അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. രണ്ടാമത്തെ കപ്പ് റവയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കുക. ഇപ്പൊ റവ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ചെടുത്ത റവ ബൗളിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മൾ പൊടിച്ചെടുത്ത റവ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് റവ പൊടിച്ചെടുത്ത അതേ ജാറിൽ തന്നെ 250 ml കപ്പിന് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊരു നോർമൽ മധുരമാണ്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് പഞ്ചസാര വരെ എടുക്കാം. ഈ പഞ്ചസാരയും നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ പഞ്ചസാരയും നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിപ്പില്ലാത്ത ഒരു മീഡിയം പുളിപ്പുള്ള തൈര് വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള തൈരായിരിക്കണം. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുക്കുന്ന തൈരാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം ഈ തൈര് എടുക്കാനായിട്ട്. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഇതിന്റെ കട്ടകളെല്ലാം ഉടച്ച് നല്ല സ്മൂത്ത് ആക്കി എടുക്കാം. തൈരിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ടയും എടുക്കാവുന്നതാണ്. മുട്ടയ്ക്ക് പകരം ഇതുപോലെ തൈരും എടുക്കാം. ഇപ്പൊ തൈരിന്റെ കട്ടകളെല്ലാം ഉടച്ച് നല്ല സ്മൂത്ത് ആക്കി ഇതായി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇട്ട് കൊടുക്കണ്ട. ആദ്യം പകുതി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ബാക്കി പകുതി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മൾ പൊടിച്ചെടുത്ത മുഴുവൻ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. സൺഫ്ലവറിന് പകരം ഒലിവ് ഓയിൽ എടുക്കാം. അപ്പം മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച് വെച്ച റവയാണ്. നല്ല ഫൈൻ പൗഡറായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അരിച്ചിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കുറച്ച് വീതം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനും ഇടണ്ട. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ പൊടിച്ച റവ ഒരുമിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറയുന്നത്. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി ബാക്കി കുറച്ചും കൂടി റവ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ വീണ്ടും കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി റവയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാം. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ റവ മിക്സ് ചെയ്തെടുത്തപ്പോൾ കുറച്ച് കട്ടിക്കല്ലേ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് ചെറിയ ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ചൂടുള്ള പാൽ എടുക്കരുത്. തിളപ്പിച്ചാറിയ ചെറിയ ചൂടുള്ള പാലെടുക്കുക. 250 ml കപ്പിന് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. മുഴുവനും ഒഴിച്ചു കൊടുക്കരുത്. 1/2 കപ്പ് പാല് ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ
ഇപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത 1 കപ്പ് പാല് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടില്ല, 1/2 കപ്പ് പാല് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ആദ്യമേ ഒരുമിച്ച് 1 കപ്പ് പാലെടുത്ത് ഒഴിക്കരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ ഒരു പരുവത്തിന് ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് റവയല്ലേ, ഈ റവയെല്ലാം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. ഇപ്പൊ ഞാൻ ഇതിനായിട്ട് 3 കളറിലുള്ള ട്യൂട്ടി ഫ്രൂട്ടി ഇതായി എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത ട്യൂട്ടി ഫ്രൂട്ടി ആ മാവുമായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കടായിയാണ്. അലുമിനിയം കടായിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് അലുമിനിയം കടായി തന്നെ എടുക്കുക. അപ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ഇതുപോലത്തെ ഒരു അലുമിനിയം കടായി. ഇനി ഇതിലേക്ക് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദ, 1 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തും ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്താലും മതിയാവും. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി ഇതിന്റെ പുറത്തും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എണ്ണ ഒരുപാട് അങ്ങ് കോരി ഒഴിക്കരുത്, ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ അതാ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയി. ഇനി തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, കുറച്ച് ഇതാ ഒന്ന് കട്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പം ആ റവയെല്ലാം കുതിർന്ന് ഇതാ കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ 1/2 കപ്പ് പാല്, അതിൽ നിന്നും കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ പാലും ഒഴിക്കരുത്, ഒരു 2 ടേബിൾ സ്പൂൺ പാല് ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാടങ്ങ് ലൂസായി പോവാനും പാടില്ല. ആ ഒരു രീതിക്ക് വേണം ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഇതാ ഒഴിക്കുകയാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് പാലും കൂടി ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് ആവശ്യത്തിന് പാലൊഴിച്ച് ഇങ്ങനെ ചെയ്തെടുക്കുക. എനിക്കിപ്പോൾ 1/4 കപ്പ് പാലിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഇതുപോലെ ഒഴുകി പോകുന്ന രീതി, ഈ ഒരു രീതിക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കുക. ഇനി ബാക്കി വന്ന 1/4 കപ്പ് പാലിന്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അഥവാ നിങ്ങൾക്ക് വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. പഞ്ചസാരയും കൂട്ടി ചേർത്ത ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അല്ലാത്ത സാധാരണ ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക. സോഡാപ്പൊടിയാണേ. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. സാവധാനം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. നമ്മൾ 1 ടീസ്പൂൺ മാവ് ചേർത്ത് മിക്സ് ചെയ്തെടുത്ത ട്യൂട്ടി ഫ്രൂട്ടിയാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. കിസ്മിസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എന്തെങ്കിലും കുറച്ച് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതിയാവും. ട്യൂട്ടി ഫ്രൂട്ടി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ കിസ്മിസോ എന്തെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതാ ഒന്ന് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയെടുത്ത ബാറ്റർ നമ്മൾ കടായിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ബട്ടർ പേപ്പർ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ച കടായിൽ ബാറ്റർ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം.
2-3 പ്രാവശ്യം ടാപ്പ് ചെയ്തതിന് ശേഷം ഗ്യാസ് സ്റ്റൗവിൽ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ലോ ഫ്ലെയിം വേണം വെക്കാനായിട്ട്. ട്യൂട്ടി ഫ്രൂട്ടി ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പൊ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടായിൽ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് അടി പിടിക്കും എന്നൊക്കെ പേടിയുണ്ടാവും. അങ്ങനെ പേടിയുള്ളവർക്ക് ഇരുമ്പിന്റെ ദോശക്കല്ലോ അല്ലെങ്കിൽ പഴകിയ ഏതെങ്കിലും ഒരു തവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ പുറത്ത് ഈ അലുമിനിയം കടായി വെച്ച് കൊടുത്താൽ മതിയാവും. നേരിട്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ അലുമിനിയം കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടിയിടരുത്, ലോ ഫ്ലെയിം വേണം വെക്കാനായിട്ട്. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇതുപോലത്തെ ലിഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിലോ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. സ്റ്റീലിന്റെയോ അല്ലെങ്കിൽ അലുമിനിയത്തിന്റെ അടപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹോളില്ലാത്ത അടപ്പാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ ഹോളിൽ അലുമിനിയം ഫോയിൽ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കാം. അലുമിനിയം ഫോയിൽ വെച്ച് അടച്ചു കൊടുക്കുന്നത് ഇപ്പൊ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോ 25 മിനിറ്റ് ആയപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ആവാത്തത് കൊണ്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, 5 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ നല്ലോണം ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അഥവാ ടൂത്ത് പിക്കിൽ വീണ്ടും ഇതുപോലെ മാവ് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഇത് നല്ല ചൂടാണ്, ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ. ഇപ്പൊ ഇതിന്റെ ചൂടെല്ലാം നല്ലവണ്ണം മാറിയിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കുക. ഒരു കത്തി ഉണ്ടോ ഒരു സ്പാച്ചിലോ ഉണ്ടോ ഇതുപോലെ ഒന്ന് വിടിയിച്ചു കൊടുക്കുക. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ അതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇനി ഉള്ളിൽ വെച്ച് കൊടുത്ത ബട്ടർ പേപ്പർ നമുക്ക് മാറ്റാം. അപ്പൊ നമ്മൾ വെച്ച് കൊടുത്ത ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ കണ്ടില്ലേ, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. കട്ട് ചെയ്തെടുക്കാം. തൊടുമ്പോ തന്നെ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ ഇതിൽ മുട്ട വേണ്ട, അതുപോലെ തന്നെ ബട്ടർ വേണ്ട, മൈദ വേണ്ട, ഓവനോ കുക്കറോ കേക്ക് മോൾഡോ കേക്ക് ടിന്നോ ഒന്നും വേണ്ട. നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്ത കേക്ക് എടുക്കുക. ഇപ്പൊ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. കണ്ടില്ലേ, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നിന്റെ തന്നെ ആവശ്യമില്ല. കേക്ക് മോൾഡോ കേക്ക് ടിന്നോ കുക്കറോ ഒന്നും തന്നെ, ഓവന്റെ ഒന്നും തന്നെ ആവശ്യമില്ല. ഒരു വീട്ടിൽ അലുമിനിയം കടായി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ ബേക്കറികളിൽ നിന്നും കിട്ടുന്ന റവ കേക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. ഇനി ഇത് മുറിച്ചും കൂടി കാണിച്ചു തരാം. ഇത് പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്